പ്രവർത്തനയിൽ തന്നെ ഇപ്പോൾ റോഡ് വിണ്ട് കീറിയത് മറയ്ക്കുന്നതിന് വേണ്ടി ഒഴിച്ച ടാറാണ് ഇപ്പോൾ മഴയിൽ കൂടി ഒഴുകി ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. വീടിന്റെ മുറ്റം മുഴുവൻ ടാർ നിറഞ്ഞിരിക്കുകയാണെന്നാണ് ആ വീട്ടുടമസ്ഥൻ പറയുന്നത്. ഞങ്ങൾ എങ്ങനെ താമസിക്കും? ടാറിന്റെ മുകളിൽ കൂടി നടക്കേണ്ട അവസ്ഥയാണ്. കയ്യോ കാലോ എന്തിന് വണ്ടി എന്തെങ്കിലും അതിൽ നിന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ഒട്ടിപ്പിടിച്ചിരിക്കും. എങ്ങനെയാണ് ഇളക്കുക? ഇതൊക്കെ ആരാണ് ചെയ്യുന്നതും ചിന്തിക്കുന്നതെന്നും പറയുന്നുണ്ട്. റോഡ് പണി നടക്കുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? മഴയ്ക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ മഴയുടെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ടാർ ഒഴിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് വീട്ടുകാർ തന്നെ പറയുന്നത്. അക്കരപ്പറമ്പിൽ അശോകനും കുടുംബവുമാണ് കരാർ കമ്പനിയുടെ ടാർ പൂശലിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്ന് പറയാം. ചെളിവെള്ളത്തിനൊപ്പം തന്നെ ടാറും കൂടി ഒഴുകി എത്തുകയാണ് ഇപ്പോൾ വീട്ടിലേക്കെന്നാണ് പറയുന്നത്. വല്ല സുനാമിയോ ഭൂകമ്പവും കാരണമാണ് ഇത് വന്നതെങ്കിൽ കുഴപ്പമില്ല. മനുഷ്യരുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്നാണ് അവിടെയുള്ള വീട്ടുടമ തന്നെ പ്രതികരിക്കുന്നത്. വീട്ടിലെ പറമ്പിലേക്ക് അടക്കം ടാർ ഒഴിഞ്ഞുകൂടി എത്തുകയാണ്. ടാർ നിറഞ്ഞ വീട്ടിലെ പച്ചക്കറി കൃഷി അടക്കം നശിച്ച അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അശോകന്റെ വീടിന് മുൻഭാഗത്തായി തന്നെ ദേശീയപാതയ്ക്ക് സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ടാർ ഒഴുകി വീട്ടിലും പറമ്പിലും നിറഞ്ഞിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടുണ്ട്. പരിഹാരം കാണുന്നില്ല എന്ന് അശോകൻ പറയുകയും ചെയ്തു. താൻ അനുഭവിക്കുന്നത് മനുഷ്യനിർമ്മിത കുഴപ്പമാണെന്നും ദുരന്തമാണെന്നും ഇനി എന്ത് ചെയ്യുകയാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് അശോകൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്.